ജിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മയോണീസ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ മോമോസിനും കുബൂസിനും ഒക്കെ ഉണ്ടാക്കുന്ന മയോണീസാണ്. അതിന് 2 മുട്ട പൊട്ടിക്കുക. 2 മുട്ട പൊട്ടിച്ചിട്ട് മഞ്ഞ മാറ്റുക, വെള്ളയും മാറ്റുക. മഞ്ഞ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെള്ള മാത്രം എടുക്കുക. 2 മുട്ടയുടെ വെള്ള മാത്രമാണിത്. പിന്നെ വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി, അതൊന്ന് കട്ട് ചെയ്തിടുക. പിന്നെ വേണ്ടത് ഒരു 1/4 സ്പൂൺ, ഇത്രയും വേണ്ട, ഒരു ശകലം മതി. ഇത്രയും കുരുമുളക് പൊടിയാണ്, അതിടുക. പിന്നെ വേണ്ടത് ഒരു ശകലം ഉപ്പ്, ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ശകലം. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു ശകലം പഞ്ചസാര. പിന്നെ വേണ്ടത് 1 സ്പൂൺ നാരങ്ങ നീരാണ്. പിന്നെ വേണ്ടത് 1 സ്പൂൺ നാരങ്ങ നീരാണിത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് 2 മുട്ടയുടെ വെള്ള മാത്രം, പിന്നെ അല്പം പഞ്ചസാരയും അല്പം ഉപ്പും, 1 നുള്ളുപ്പ് 1 നുള്ളു പഞ്ചസാര എന്ന് വേണമെങ്കിൽ പറയാം. ആ അളവിൽ ഇടാം. നമുക്ക് 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും മാത്രമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി ഇത് മാത്രം ആദ്യം വെച്ചിട്ട് ഒന്ന് ബാക്കിലോട്ട് വേണം അടിക്കാൻ. ബാക്കിലോട്ട് ഇങ്ങോട്ട് അടിക്കാൻ പാടില്ല. ഈ നീല ബട്ടൺ കാണിച്ചു, ഈ നീല ബട്ടൺ ഇതിലൊന്ന് അമർത്തുക. നിർത്തി അമർത്തുക, അടിച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ അടിച്ചെടുക്കാവുള്ളൂ. മിക്സി നമ്മൾ ഒരിക്കലും ഇങ്ങനെ കറക്കി അടിക്കാൻ പാടില്ല. ഇനി ഒരുപക്ഷെ അടിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ റിവേഴ്സ് ചെയ്യാം, നിർത്തി ചെയ്യാം. ഇതെന്തായാലും നോക്കാം. ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ അത് പേസ്റ്റ് ആക്കാം. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നിർത്തി മാത്രമേ അടിക്കാവൂ, എങ്കിലേ അത് ശരിയാവുള്ളൂ. കൈ എടുക്കുക. ഓക്കെ, ഇനി നോക്കാം. ഇതാണിപ്പോൾ ഇനി നമ്മൾ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണിത്. ഇതൊരു 1/4 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 ഗ്ലാസ് വേണമെങ്കിലും ഒഴിക്കാം, പക്ഷേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. മൊത്തത്തിൽ നമ്മൾ ഒഴിക്കാൻ പാടില്ല. ആദ്യം ശകല ഒഴിക്കുക, പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക. ബാക്കിലോട്ട് അടിക്കുക, നിർത്തി ചെയ്യുക. വീണ്ടും ഒഴിക്കുക. ഒത്തൊഴിക്കാൻ പാടില്ല, അല്പാൽപ്പം ഒഴിച്ചെടുത്ത് വെള്ളമുണ്ട്, ഇനിയും ഒഴിക്കുക. ഇത് ഒരു കട്ടിയാകുന്ന വരെ, നമുക്ക് എത്രത്തോളം കട്ടി ആവശ്യമുണ്ട് അതുവരെ നമ്മൾ ശകലത്ത് ഒഴിക്കുക. ബാക്കിലോട്ട് വേണം അടിക്കാൻ, ഇത് ഫുള്ള് തീരുന്നത് വരെ. വീണ്ടും ഒഴിക്കുക. ഒരുമിച്ച് ഒഴിച്ചാൽ നമുക്ക് നല്ലതുപോലെ കിട്ടില്ല. ഇനി ഇത് ഈ ലൂസാണ്, ഒത്തി കൂടെ കട്ടിയാവണം നമുക്ക്. അതിന് വേണ്ടി വീണ്ടും നമ്മൾ ഇത് ഒഴിക്കുക. നമുക്ക് എത്രത്തോളം കട്ടി വേണം അതുവരെ നമ്മൾ ചെയ്യുക.
വീണ്ടും ഒഴിക്കുക. നമ്മളെടുത്ത് വെച്ച എണ്ണയാണ്. നമ്മളിതുപോലെ നോക്കിയെടുത്ത് ചെയ്യണ്ട. ഇപ്പോൾ നമ്മുടെ മയോണൈസിൻ്റെ കട്ടി ഇതുവരെ ആയിട്ടുണ്ട്. നമുക്ക് അല്പം കൂടി വേണം. നമ്മളെടുത്ത എണ്ണ 1/4 ഗ്ലാസ് തീർന്നിട്ടില്ല. നമ്മുടെ മയോണൈസ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഒരല്പം എണ്ണയും കൂടെ നമുക്ക് ഒഴിക്കാം. നമ്മൾ എടുത്തു വെച്ച എണ്ണയാണ്, തീർന്നിട്ടില്ല. അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിലോട്ട് മാത്രമേ അടിക്കാവൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മോമോസൊക്കെ ഉണ്ടാക്കുമ്പോഴും കുബൂസിൻ്റെ കൂടെ നമ്മുടെ ഷവർമയുടെ കിട്ടുന്ന മയോണൈസാണ്. ഇത് നമ്മൾ മുട്ട ചേർത്തതിനാൽ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ കളയുക, ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കരുത്. നമ്മുടെ മോമോസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മയോണൈസ് ഉണ്ടാക്കിയത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് മൈദാ മാവാണിത്. മൈദാ മാവ് ചപ്പാത്തി രൂപത്തിൽ കുഴയ്ക്കുക. അതായത് ഉപ്പും ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കുഴച്ച് എടുക്കുക. അവസാനം നമുക്ക് അല്പം ശകല എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നല്ലതുപോലെ മയത്തിൽ കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിൽ എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഇതുപോലെ നൈസായിട്ട് പരത്തണം. കനം നല്ല കുറവായിരിക്കണം. കട്ടി കുറച്ചിട്ട് വേണം പരത്താൻ വേണ്ടി. അതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൻ്റെ അടപ്പോ ഇതുപോലൊരു ഗ്ലാസിൻ്റെ അടപ്പോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാമോസിൻ്റെ ഫില്ലിങ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ചെറുതൊക്കെ നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് വെച്ചിട്ട് നടത്താം. നമുക്കിപ്പോൾ ഒരു അളവ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അളവിന് എടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഫില്ലിങ്സ് നിറയ്ക്കും ഇതിനകത്ത്. അതെന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വേവിച്ചതാണ്. ചിക്കൻ വേവിച്ച് മിക്സിയിൽ ക്രഷ് ചെയ്തതിന് ശേഷം എല്ലില്ലാതെ ചിക്കൻ വേവിച്ച് എല്ല് മാറ്റിയ ശേഷം നമ്മൾ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നൈസായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. കൊത്തിയരിഞ്ഞെന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ ഇതിന് 2 കപ്പ് വീതമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ അതായത് 2 കപ്പ് മുട്ടക്കോസ് അരിഞ്ഞത്, 2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ ഇട്ടിരിക്കുന്നത് 1 കപ്പ്, ഇതിനൊരു കപ്പ് മല്ലിയില അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ നമ്മുടെ ആവശ്യത്തിന് നമുക്കിടാം. ഇതിപ്പോൾ ഞാൻ 1 കിലോ ചിക്കനാണ് ഇത് ഇട്ടിരിക്കുന്നത്, വേവിച്ചിട്ടിരിക്കുന്നത്. അതായത് ഒരു കോഴിയാണ് ഇത് വേവിച്ചിട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ എത്രത്തോളം നമുക്ക് ക്യാരറ്റ് വേണം അല്ലെങ്കിൽ ക്യാബേജ് വേണം, അത് നമ്മുടെ ഇഷ്ടമാണ്. എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. മല്ലിയിലയും എത്ര വേണമെങ്കിലും അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒരു സവാളയും കൂടെ ഞാൻ ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ സവാള മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ലാം സമാസമമാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്. ചിക്കനിൽ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിരിക്കണം. ഇട്ട് വേവിച്ച് ഞാൻ വറ്റിച്ച ചിക്കനാണ്. കാരണം കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ആ ചിക്കൻ വേകുമ്പോൾ ആ വെള്ളം അങ്ങ് അതിൽ കൂടെ വറ്റിക്കോളും. ഊറ്റിയെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരില്ല, ചിക്കന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് കംപ്ലീറ്റ് ആ ഗ്രേവിയെല്ലാം ആ ചിക്കനിൽ തന്നെ ഉണ്ടത് കാരണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഉപ്പ്, കുരുമുളക് പൊടി, നമ്മുടെ എരിക്ക് ആവശ്യത്തിന്. ഒരു സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, അങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. 2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. കുരുമുളക് പൊടി മാത്രം തന്നെ ഉപയോഗിച്ചാലും മതി. ഉപ്പും വേറെ കറി മസാല ഒന്നും വേറെ ഇട്ടിട്ടില്ല. കറി മസാല പൊടി വേണമെങ്കിലും ശകലം ഇടാവുന്നതാണ്. എന്നിട്ടിത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. അതായത് സവാള, ക്യാരറ്റ്, കാബേജ്, പിന്നെ മല്ലിയില, മുളക് പൊടി, കുരുമുളക് പൊടിയും സാദാ മുളക് പൊടിയും ഉപ്പും, ഇത്രയാണ് ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ. എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല.
ഇതിൽ എണ്ണയേ ഇല്ല. എണ്ണ ഉപയോഗിക്കാത്തവർക്കൊക്കെ നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ നമ്മൾ ഈ അളവിൽ മുറിച്ചെടുത്ത ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഉണ്ട എടുത്തിട്ട് ഇതിൽ വെക്കുക. ഇങ്ങനെ ഉണ്ട ഉരുട്ടി, ഇങ്ങനെ വെള്ളമൊന്നും കാണത്തില്ല കേട്ടോ, വെള്ളമൊന്നും ഉണ്ടാകത്തില്ല. ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ഞൊറിഞ്ഞു കൊടുക്കുക. ചെറുതായി ചെറുതായി ഇതുപോലെ നമ്മൾ സാരി ഉടുക്കത്തില്ലേ, സാരിക്കൊക്കെ ഞൊറു കൊടുക്കത്തില്ലേ, അതുപോലെ ഞൊറിഞ്ഞ് കൊടുക്കുക. ഒരു പൂ പോലെ, ഒരു പൂ മാതിരി, ഇതിനകത്തിരിക്കുന്ന ഒരു പൂ മാതിരി ഇങ്ങനെ ചെറിയൊരു കറക്ക് മാത്രം. അപ്പോൾ അതാ ഇങ്ങനെയായി, ഇതിൻ്റെ മോഡൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇത് നമ്മൾ ഇഡലി പാത്രത്തിൽ ഒരു ഹോളൊക്കെ ഉള്ളൊരു പാത്രം ഉണ്ടല്ലോ നമുക്ക്, അതിനകത്ത് ഇത് തേക്കുക. എണ്ണ തേച്ചതിന് ശേഷം ഈ സാധനം, നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇതിപ്പോൾ ഞാൻ ആവിയേറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൽ വെക്കുക, നിരത്തി വെക്കുക. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്നിനും മുകളിൽ ഒന്നായിട്ട് വെക്കരുത്, ഇങ്ങനെ നിരത്തി മാത്രം വെക്കുക. പല അളവിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ വെക്കുക. ഇതിപ്പോൾ പല അളവിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വെന്ത സാധനമാണ്. ഇതിപ്പോൾ ആവി വന്ന് വെന്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ചിട്ട് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ചിക്കൻ വെന്തോ ഇല്ലേ എന്നുള്ള ഒരു ടെൻഷൻ നമുക്കുണ്ടാവില്ല. ബാക്കിയെല്ലാം നമ്മൾ പച്ചയ്ക്ക് തിന്നാൻ തന്നെ പറ്റുന്ന സാധനങ്ങളല്ലേ ബാക്കിയെല്ലാം അതിൽ ചേർത്തിരിക്കുന്നത്. ക്യാബേജും ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഒരുപാട് വേവ് വേണ്ടല്ലോ. അപ്പോൾ ഇതിൽ കൂടെ ഈ ആവി അടിക്കുമ്പോൾ അതങ്ങ് വെന്തോളും. ഇതിൻ്റെ കൂടെ മയോണൈസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ പൂവണൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം മുറിച്ച് വെച്ചിരിക്കണം. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ ഈ ഫില്ലിങ്സ് നിറച്ചിട്ട് നമ്മളിപ്പോൾ ആവി കയറ്റുന്നത്. ഇതിപ്പോൾ പാത്രത്തിൽ വെച്ച് ആവി കയറ്റുന്നത്. നമ്മുടെ മയോണൈസും നമ്മുടെ മോമോസും റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാ അളവും ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇരിക്കും നമ്മുടെ ഇതിൻ്റെ അകം. ഇതെടുത്തിട്ട് ഇതുപോലെ മയോണൈസ് മുക്കി മയോണൈസിന് ഇത് കൂടി ലൂസ് വേണമെങ്കിൽ എണ്ണ നമ്മൾ ശകലം കൂടെ കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിൽ ചില്ലി സോസും ഉണ്ടാക്കാം. പെട്ടെന്ന് തട്ടിക്കുട്ടിയതാണ് കേട്ടോ. അടിപൊളി, കറക്റ്റ് വരും. വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, വെന്ത് കാണുമോ എന്നുള്ള ഒരു ഇത് വരത്തില്ല. അതുകൊണ്ട് വേവിച്ച് തന്നെ മാക്സിമം ചെയ്യാൻ നോക്കണം. അങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. മയോണൈസാണ് സൂപ്പർ. മയോണൈസിനോട് തിന്നാനാണ് സൂപ്പർ. ഇത് മയോണൈസ് ഉണ്ടെങ്കിലേ ഇത് കൊള്ളാവും സത്യം പറഞ്ഞു. നമുക്ക് കുബൂസിനിട്ടുള്ള മയോണൈസാണ്. ഈ മയോണൈസ് മുട്ടയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചേക്കണ്ട, വേസ്റ്റായ എടുത്ത് കളഞ്ഞാൽ മതി ബാക്കി. താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്.